സംസ്ഥാനത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പിനുള്ള നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള സമയം അവസാനിച്ചു. നാളെയാണ് പത്രികകളുടെ സൂക്ഷ്മ പരിശോധന. മുന്നണികൾക്ക് വെല്ലുവിളിയായി പലയിടത്തും വിമതരുടെ ശക്തമായ സാന്നിധ്യമുണ്ട്. തിരുവനന്തപുരത്ത് നിന്ന് ആർ ബി സനൂപ്, കോഴിക്കോട് നിന്ന് ദൃശ്യ പുതിയടത്ത്, വയനാട് നിന്ന് ഫൈസൽ നെടുമ്പാല എന്നിവർ തത്സമയം ചേരുന്നുണ്ട്. ആദ്യം സനൂപിലേക്ക് തന്നെയാണ്. സനൂപ്, നമുക്കറിയാം അതിശക്തമായ പ്രചാരണ പരിപാടികളിലേക്കൊക്കെ മുന്നണികൾ കടന്നിട്ടുണ്ട്. ഇന്നിതാ 3 മണിക്ക് നാമനിർദ്ദേശ പത്രിക നൽകാനുള്ള സമയവും അവസാനിച്ചിരിക്കുന്നു. പക്ഷേ അവിടെയും തർക്കങ്ങൾ തീരുന്നില്ല, അല്ലേ? അമൃത, നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള സമയം ഇന്ന് ഉച്ചയ്ക്ക് 3 മണിക്ക് അവസാനിച്ചു. ഇനി നാളെ ഇതിന്റെ സൂക്ഷ്മ പരിശോധനയാണ്. സൂക്ഷ്മ പരിശോധന കഴിഞ്ഞാൽ പിന്നെ നടക്കുന്നത് ഇതിന്റെ 24-ാം തീയതി, അതായത് തിങ്കളാഴ്ച അവസാന തീയതിയുമാണ്. അതോടുകൂടി ഈ മത്സരിക്കുന്നവരുടെ കൃത്യമായിട്ടുള്ള ചിത്രം സംസ്ഥാനത്ത് തെളിയും. എത്ര പേരായിരിക്കും മത്സരിക്കുക എന്നുള്ള കാര്യം. നാമനിർദ്ദേശ പത്രിക കാര്യം പറയുകയാണെങ്കിൽ ഇന്നലെ വരെ മാത്രം 95,369 നാമനിർദ്ദേശ പത്രികകളാണ് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മുമ്പാകെ എത്തിയിട്ടുള്ളത്. ഇന്നത്തെ കണക്ക് വൈകുന്നേരം 7 മണിയോടുകൂടി സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തുവിടും. ഇതിൽ ഇന്നലെ മാത്രം 50,707 പേരാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത്. ഇന്നത്തെ കണക്ക് കൂടി വരുമ്പോൾ ഇന്ന് മാത്രം ഈ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചവരുടെ എണ്ണം കൂടാനുള്ള സാധ്യതയാണ് കമ്മീഷൻ വിലയിരുത്തുന്നത്. എന്തായാലും കഴിഞ്ഞ പ്രാവശ്യത്തെക്കാൾ വലിയൊരു ശതമാനം ഈ നാമനിർദ്ദേശ പത്രികയുടെ എണ്ണം തന്നെ കൂടുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. എന്തായാലും ഈ തെരഞ്ഞെടുപ്പിന്റെ ഈ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുമ്പോൾ പോലും ഏറ്റവും വെല്ലുവിളിയായിട്ട് മുന്നണികൾക്ക് മുമ്പിലുള്ളത് ഈ വിമതർ തന്നെയാണ്. പലയിടത്തും വിമതരെ അനുനയിപ്പിക്കാൻ വേണ്ടി മുന്നണികൾക്ക് കഴിഞ്ഞിട്ടുമില്ല. തിരുവനന്തപുരത്ത് കോർപ്പറേഷനിലടക്കം CPM-ന് പോലും വിമതർ നിൽക്കുന്ന ഒരു ഘട്ടമുണ്ടാണ്. ഉള്ളൂരിലും വാഴോട്ടുകോണത്തും ഒക്കെ തന്നെ ചെമ്പഴന്തിയിലും ഒക്കെ തന്നെ CPM വിമതർ മത്സരിക്കുന്ന ഒരു ഘട്ടമാണ്. ഇതുവരെയായിട്ടും പത്രിക പിൻവലിക്കാനോ അല്ലെങ്കിൽ അവരുമായിട്ടൊരു അനുനയ നീക്കത്തിനോ ഒന്നും തന്നെ CPM-നും കഴിഞ്ഞിട്ടില്ല. അങ്ങനെ സംസ്ഥാനത്തുടനീളം വിമതരുടെ ശല്യം വലിയ രീതിയിൽ 3 മുന്നണികളും നേരിടുന്നുണ്ട് എന്നുള്ള കാര്യം കൂടിയാണ്. ഇനി 24-ാം തീയതി ഈ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള അവസാന ദിവസം കൂടെ കഴിയുന്നതോടെ പൂർണ്ണമായിട്ടുള്ള ചിത്രം നമ്മുടെ മുമ്പിൽ തെളിയും. അതിനുശേഷം ഈ പ്രചാരണം അതിശക്തമായിട്ട് മുമ്പോട്ട് കൊണ്ടുപോകാൻ തന്നെയാണ് 3 മുന്നണികളുടെയും തീരുമാനം. അതിനോടൊപ്പം തന്നെ മറ്റു പാർട്ടികളും ഈ സജീവമായിട്ട് ഈ പ്രചാരണ പരിപാടിയുടെ ഭാഗമായിട്ട് പ്രചാരണ പരിപാടികളിൽ മുഴുകുന്നൊരു ഘട്ടമുണ്ട്. ഇത് കഴിഞ്ഞാൽ അടുത്ത മാസമാണ് തെരഞ്ഞെടുപ്പിലേക്ക് കടന്നത്. 2 ഘട്ടമായിട്ടാണ് ഇത്തവണ തദ്ദേശ തെരഞ്ഞെടുപ്പ് സംസ്ഥാനത്ത് നടക്കുന്നത്. 9-ാം തീയതി 1-ാം ഘട്ടത്തിൽ തെക്കൻ ജില്ലകളിലും അതിനുശേഷം 2-ാം ഘട്ടം 11-ാം തീയതി ബാക്കി 7 ജില്ലകളിലും തെരഞ്ഞെടുപ്പ് നടക്കും. 13-ാം തീയതിയാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ ഫലം വരുന്നത്. 18-ാം തീയതി ഇപ്പോഴുള്ള സമിതിയുടെ കാലാവധി കഴിയും. അതിനുശേഷമായിരിക്കും അടുത്ത ഈ തെരഞ്ഞെടുപ്പ് വരുന്ന പുതിയ സമിതി ചുമതലയേൽക്കുകയും ചെയ്യുന്നത്. എന്തായാലും ഇപ്പോൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന സമയവും കഴിഞ്ഞിരിക്കുന്നു. ഇനി എത്ര പേർ ഇന്ന് സമർപ്പിച്ചിട്ടുണ്ട്, മൊത്തം എത്ര പേര് ഈ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു എന്നതിന്റെ പൂർണ്ണമായിട്ടുള്ള കണക്ക് രാത്രിയോടുകൂടി സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗമായിട്ട് നമുക്ക് ലഭ്യമാകും. 941 ഗ്രാമപഞ്ചായത്തുകളുണ്ട്, 152 ബ്ലോക്ക് പഞ്ചായത്തുകളുണ്ട്, അതേപോലെ 14 ജില്ലാ പഞ്ചായത്തുകളുണ്ട്, പിന്നെ 86 മുനിസിപ്പാലിറ്റികൾ. അതിൽ ഈ 87 മുനിസിപ്പാലിറ്റികളാണ് ഉള്ളത്. മട്ടന്നൂർ ഒഴികെയുള്ള ബാക്കി 86 മുനിസിപ്പാലിറ്റികൾ, പിന്നെ 6 കോർപ്പറേഷനിലുമായിട്ടാണ് സംസ്ഥാനത്ത് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. അതിൽ തന്നെ ഇത്രയും തദ്ദേശ സ്ഥാപനങ്ങളുമായിട്ട് 23,576 വാർഡുകളിലേക്കാണ് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കുക.